സാന്നിധ്യത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഓരോ വിശിഷ്ട അതിഥിയും നിറയെ അനുഭവങ്ങളും വിശേഷങ്ങളുമാണ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ഈ ഓണനാളിൽ ലോകമെമ്പാടുമുള്ള മലയാളി സോദരർക്ക് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ. ഈ ഓണനാളിൽ നമ്മളോടൊപ്പം സാന്നിധ്യത്തിലെത്തിയിരിക്കുന്നത് നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട പന്തളം ബാലനാണ്. ബാലൻ ചേട്ടാ, സാന്നിധ്യത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ആദ്യം തന്നെ ഓണാശംസകൾ. തിരിച്ചും ഓണാശംസകൾ. താങ്ക് യു. ഓണനാളുകൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, ഇവയെല്ലാം തന്നെ കലകളുടെയും കളികളുടെയും കായിക അഭ്യാസങ്ങളുടെയും ഒക്കെ ആസ്വദിക്കുവാനുള്ള ഒരു വേള കൂടിയാണ്. പന്തളം ബാലൻ, ഗായകനായ പന്തളം ബാലൻ എന്ന് പറയുന്ന അറിയാത്ത മലയാളികളില്ല. എന്നിരുന്നാലും ടി ബാലൻ, തങ്കപ്പൻ മകൻ ബാലൻ, അതിൽ നിന്നും നമുക്ക് തുടങ്ങാം. എങ്ങനെയായിരുന്നു ആ കുഞ്ഞുനാളിലെ ആഘോഷങ്ങളും ഉത്സവങ്ങളും ഉള്ള നാളുകൾ? ഞാൻ ശരിക്കും ഒരു ഗ്രാമത്തിലാണ് ജനിച്ചത്. പന്തളത്ത് പുഴിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത്. ഞാൻ ജനിച്ച സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാധാരണക്കാരും കൊയ്ത്തും ബതിയും ഒക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അതൊക്കെ കണ്ടു വളർന്ന ഒരാൾ. അപ്പോൾ അവിടെ ഈ കൊയ്ത്തു പാട്ടുകളും നാടൻ പാട്ടുകളും ഈ തുമ്പി തുള്ളലും പാക്കനാർ കളിയും കോൽക്കളിയും ഇതെല്ലാം ഉള്ള ഒരു സമൂഹത്തിലാണ് ഞാൻ വളർന്നത്, കണ്ട് കേട്ട് വളർന്നത്. അപ്പം അന്ന് ഓണം ഒക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം അതില്ല. അന്നത്തെ ഓണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ പറഞ്ഞ ഒരു അത്തം മുതൽ അങ്ങോട്ട് തുടങ്ങിയാണ്. അതിന് മുമ്പേ ഞങ്ങൾ തയ്യാറെടുക്കണം. പുതിയ ഉടുപ്പ്, പുതിയ പിന്നെ എന്താ പറഞ്ഞ വസ്ത്രങ്ങൾ, ഉപ്പേരി വറുക്കല്. ചിലപ്പോൾ വർഷത്തിലാകെ കിട്ടുന്ന പുതിയ ഉടുപ്പൊക്കെ ആ കാലത്തിലായിരിക്കും അല്ലേ? അല്ല, അന്നേരമാണല്ലോ. കാരണം അതിന്റെ മണവും അച്ഛനും അമ്മയും തരുന്നത് എന്തോ അത് നമ്മൾ പിന്നെ സ്വീകരിക്കുന്നു. കിട്ടാത്ത സമയങ്ങൾ കുറവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബന്ധുക്കൾ വീട്ടിൽ വരുന്നു. തിരുവോണം എല്ലാവരും അവരവരുടെ വീട്ടുകളിലായിരിക്കും. പിന്നെ കൂടിച്ചേരലുകളായിരുന്നല്ലോ അന്നത്തെ ഓണം. ഇന്ന് അങ്ങനെ ഇല്ല പൊതുവെ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാലം ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ഒരു കൊച്ചു ബാല്യമായിരുന്നു എൻ്റേത്. എൻ്റെ അച്ഛനും അമ്മയും വലിയച്ഛനും വലിയമ്മയും പിന്നെ ചേച്ചിമാരുണ്ടായിരുന്നു. അച്ഛൻ്റെ ചേട്ടൻ്റെ മക്കൾ ഞങ്ങളൊക്കെ ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് 1 വയസ്സുള്ളപ്പോൾ എൻ്റെ വലിയച്ഛൻ മരിച്ചുപോയി, ഞാൻ ജനിച്ച. അപ്പോൾ അന്ന് മുതൽ അച്ഛൻ്റെ പിന്നെ ചേട്ടൻ്റെ വൈഫും 3 പെൺമക്കളും ഞങ്ങൾ ഒരുമിച്ച് ഒരു കൂട്ടുകുടുംബമായിട്ടാണ് വളർന്നത്. അപ്പോൾ ആ വല്യമ്മയാണ് എന്നെ വളർത്തിയതൊക്കെ. അപ്പോൾ ചേച്ചിമാരാണ് എന്നെ എടുത്തുകൊണ്ടത്. അതിലൊരു ചേച്ചി ഈ അടുത്ത് മരണപ്പെട്ടു പോയി. നിറയെ അംഗങ്ങളുള്ള ഒരു കുടുംബമായിരുന്നു. തീർച്ചയായിട്ടും. സാമ്പത്തികമായിട്ട് മെച്ചമുള്ള കുടുംബമല്ല കേട്ടോ, അതുകൂടെ നമ്മൾ പറയണം. കാരണം ഓണത്തിനല്ല, സമാധാനവും സന്തോഷമുള്ള കുടുംബങ്ങളായിരുന്നു. പണം ഒരുപാട് വരുമ്പോഴല്ലേ പ്രശ്നങ്ങളുണ്ടാകും. പണമില്ലെങ്കിൽ പരസ്പര സ്നേഹം. ഇവരെല്ലാം ഈ ഓണം നന്നായിട്ട് പാടുന്നവരായിരുന്നു. ഓണക്കളിയിൽ ഇവർ തന്നെയാണ് വലിയച്ചയും കൊച്ചിച്ചയും എന്ന് പറഞ്ഞാൽ അവരാണിത് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ തിരുവാതിരകളി, അത് വട്ടത്തിൽ നടന്നത് തിരുവാതിരകളി. പിന്നെ ഈ എന്താ പറഞ്ഞ തുമ്പി തുള്ളല്, ഈ പറന്ന് കളിക്കുന്നവർ. ഇതിനെ മറന്നുപോയി കുറേ കാലമായിട്ട്. അപ്പം ഇതിനെല്ലാം ഞാനും പങ്കെടുത്തിരിക്കുന്നു. ഈ കുടമ്പ് ചൂതുക, തുമ്പി, ഈ മുടിയാട്ടം കളിക്കുക, ഇതിനകത്തൊക്കെ പങ്കുചേർന്നാണ്. ഓണസദ്യ പിന്നെ തീർച്ചയായിട്ടും ഓണസദ്യ. കാരണം ഓണസദ്യ ഉണ്ണുന്നതിന് മുന്നേ ഉപ്പേരിയൊക്കെ തിന്ന് ചുരുക്കി ഒന്നും കഴിക്കാൻ പറ്റാതെ ഊഞ്ഞാലാടി പിന്നെ ആ ചില്ലാട്ടം പറക്കാന്ന് പറയാം. 2 പേര് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരാൾ അങ്ങോട്ട് പ്രസ് ചെയ്യും, ഒരാൾ ഇങ്ങോട്ട് തരാം, എന്നിട്ട് പോയി ഇല പറിക്കുക. പിന്നെ കൊച്ചിങ്ങ നിലത്ത് വെച്ചിട്ട് അങ്ങനെയുള്ള കളികളൊക്കെ. പിന്നെ ഈ തുമ്പി തുള്ളലും ഓരോ വീടുകളിൽ പോകാൻ വേട്ടക്കാരൻ, അങ്ങനെയൊക്കെയുള്ള എല്ലാത്തിനും ഞങ്ങൾ പുലികളി ഞങ്ങൾ പോയിട്ടുണ്ട്. ചേട്ടാ, ഞാൻ ചോദിക്കുന്നത് ഈ ഗ്രാമ അന്തരീക്ഷമൊക്കെ ആകുമ്പോൾ തന്നെ ഏറെയും ഈ അമ്പലങ്ങളുമായി ചേർന്നും അല്ലെങ്കിൽ ഓണ സമയത്തൊക്കെ അത്തച്ചമയം ഇതൊക്കെ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ കലകൾക്ക് ഏറ്റവും അധികം വേദികൾ ഉണ്ടാകുന്നത് ആ സമയത്താണല്ലോ. അപ്പോൾ ചേട്ടൻ്റെ ഓർമ്മയിൽ അങ്ങനെ ചേട്ടൻ ആദ്യമായി പോയി കണ്ട പരിപാടി എന്തായിരുന്നു? അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഓണം എന്ന് വെച്ചാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഓണത്തിൻ്റെ ഒരു പിന്നെ പ്രതീതി ഉണ്ടായത് ഓണപ്പാട്ടുകൾ വന്നതോടുകൂടിയാണ്. ആ ഓണപ്പാട്ടുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 80-81 അതൊക്കെ മാമാങ്കം ഒക്കെ ഇറങ്ങിയ ഒരു കാലഘട്ടമാണല്ലോ. ആ ഒരു സമയത്താണ് രവീന്ദ്ര മാഷ് ഓണപ്പാട്ടുകൾ വന്നതോടുകൂടിയാണ് ഓണത്തിൻ്റെ കൂടുതൽ ഫെസ്റ്റിവൽ സോങ്സ് ഒക്കെ വന്നതോടുകൂടി. അപ്പോൾ അതിന് കൂടുതൽ പ്രാധാന്യം കിട്ടുകയും നമ്മുടെ പാട്ടിലേക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയി വരികയൊക്കെ ചെയ്തു. അങ്ങനെ ആ ഒരു ബാല്യ കൗമാര കാലത്ത് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പാട്ട് ഏതായിരിക്കും ചേട്ടൻ്റെ? ഈ പാട്ട് തന്നെയാണ്.
മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായിൽ. മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായിൽ. കേരള പഴമചരിതമെഴുതിയൊരു ഭാരത പുഴതനരിയ മണൽത്തരികളെ പറയുക പറയുക നിണമൊഴുകിയ കഥ. മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായിൽ. ഇതാണ് ശരിക്കും ആ ഒരു കാലത്തിലേക്ക് അങ്ങ് അല്ല, ആ ഒരു കാലം ഈ പറഞ്ഞ പോലെ ഓണപ്പാട്ടുകൾ നമ്മൾ, അതായത് യേശുദാസിൻ്റെ തരംഗിണിയുടെ ഓണപ്പാട്ടുകൾ പ്രതീക്ഷിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നങ്ങനെ ഇല്ല. ഇന്ന് പാട്ടുകളൊന്നുമില്ല. ഓണപ്പാട്ടുകൾ യൂട്യൂബിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. കാസറ്റ് പോയി, CD പോയി, ഇതെല്ലാം പോയിട്ട് പിന്നെ ഡിജിറ്റൽ യുഗത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് കുട്ടികൾക്കും അതിൻ്റെ പ്രാധാന്യങ്ങളെപ്പറ്റി പിന്നെ ഓണം വരുമ്പം ഓണം. അതെ അതെ ചേട്ടാ, അച്ഛൻ കണക്ക് മാഷായിരുന്നു. അതെ. അപ്പോൾ വളരെ കണക്ക് മാഷുമാർ സ്വതവേ വീട്ടിലും വളരെ ചിട്ടയും കർക്കശക്കാരും ഒക്കെ ആയിരിക്കുമെന്ന് നമുക്കൊരു ധാരണയുണ്ട്. അല്ലെങ്കിൽ ചില സിനിമകളിലൂടെയെങ്കിലും നമ്മൾ അങ്ങനെയൊക്കെ ധരിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ എങ്ങനെയായിരുന്നു ചേട്ടൻ്റെ അല്ല, അപ്പോൾ അങ്ങനെയായിരുന്നു ചേട്ടൻ്റെ വീട്ടിൽ? ഇല്ല, സ്ട്രിക്റ്റ് ആയിരുന്നു. സ്ട്രിക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അച്ഛൻ ഫുൾ ടൈം പാർട്ടി പ്രവർത്തകനായിരുന്നു. പിന്നെ CPM-ൻ്റെ ഒരു വീടായിരുന്നു ഞങ്ങളുടേത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ജനിച്ചു വളർന്നത് അതിനകത്താണ്. ചെങ്കൊടിയും യോഗങ്ങളും കമ്മിറ്റികളും ഒക്കെ കണ്ടാണ് വളർന്നത്. അപ്പോൾ കൂടുതൽ പിന്നെ ഈ KGTA എന്ന് പറയുന്ന അധ്യാപക സംഘടനയുടെ ഒക്കെ ആളായിരുന്നു. മിക്ക ദിവസങ്ങളും ഞങ്ങളുടെ വീട്ടിൽ വെച്ചായിരുന്നു മീറ്റിംഗ്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ, പക്ഷേ ഏതോ ഒരു സമയത്താണ് അച്ഛൻ ഈ എൻ്റെ പാട്ടിനെ പറ്റി തിരിച്ചറിഞ്ഞതൊക്കെ. അപ്പോൾ അതുകൊണ്ട് സ്ട്രിക്റ്റാണ്. അച്ഛനോടുള്ള ഭയം ഉണ്ടായിരുന്നു. ഭയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹമാണ്. പക്ഷേ അധികം അങ്ങനെയാണല്ലോ തീർച്ചയായിട്ടും നമ്മുടെ ചെറിയ പ്രായത്തിൽ. പക്ഷേ എനിക്കിപ്പോൾ 55 വയസ്സ്, 56 വയസ്സിലേക്കാണ് വന്നത്. എൻ്റെ 35 വർഷങ്ങൾക്ക് മുമ്പ് 18 വയസ്സായപ്പോൾ അച്ഛൻ മരണപ്പെട്ടു. അതിനുശേഷം ഒറ്റയ്ക്ക് നടന്നു വന്ന ഒരാളാണ് ഞാൻ. എൻ്റെ യാത്രയിൽ എന്നെ ഒരു വലിയ പാട്ടുകാരനാക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ പാട്ടിൻ്റെ ഇതെല്ലാം കഴിവൊക്കെ പ്രകടിപ്പിച്ച് തുടങ്ങിയിരുന്നു? ഇല്ല, അച്ഛൻ്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ അങ്ങനെ ചെറിയ ഇതൊക്കെ കാണുമല്ലോ. എന്തായാലും കൊച്ചു പിള്ളേരൊക്കെ ആകുമ്പോൾ അവിടെ കിടക്കുന്നത് പാടുമല്ലോ, സിനിമ പാട്ടൊക്കെ കേൾക്കുന്നതൊക്കെ പാടും. ഹൃദയം ദേവാലയം പോയ വസന്തം നിറമാല ചാർത്തും ആരണ്യ ദേവാലയം മാനവഹൃദയം ദേവാലയം. അടുത്ത അമ്പലത്തിൽ ഇടുന്ന പാട്ടുകൾ. അപ്പം അങ്ങനെ കേട്ട് കേട്ട് ആ ദിവ്യനാമം അയ്യപ്പ ഞങ്ങൾക്കാനന്ദദായകനാമം, ഇങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ കേട്ട് ശരം കുത്തിയാലേ നീ സാക്ഷി ശബരി പീഠമേ നീ സാക്ഷി, ഇങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ കേട്ട് 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 ഈ അന്ന് പ്രത്യേകിച്ച് പന്തളമൊക്കെ ആകുമ്പോൾ അയ്യപ്പൻ്റെ നാടുകൂടൊക്കെ ആയുണ്ട്. ഈ ശബരിമല സീസണൊക്കെ വൃശ്ചിക മാസം ആയി കഴിഞ്ഞാൽ എപ്പോഴും പാട്ടുകൾ. അപ്പോൾ ഇതൊക്കെ അന്ന് ഇങ്ങനെ കേൾക്കാനുള്ള വഴിയേ ഉള്ളല്ലോ, മൊബൈലും എല്ലാ സംവിധാനങ്ങളും. അപ്പോൾ അങ്ങനെ കേട്ട് പഠിച്ച പാട്ട് തെരെ മേരെ ബീച്ചുമേ तेरे मेरे सीच में कैसा है ये बंधन अनजाना, कैसा है ये बंधन अनजाना, मैंने नहीं जाना तूने नहीं जाना. 10ാം ക്ലാസ് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നാഷണൽ തിയേറ്റർ ഉണ്ട്, അവിടെ ഇടുന്ന പാട്ടുകളാണ് അന്ന് നമ്മൾ കേട്ട് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ കേട്ട് ഉള്ള പരിചയത്തിലാണ് എൻ്റെ കഴിവും പാടുമെന്നൊക്കെ ഉള്ള തിരിച്ചറിവ് കൂടെയാണ് അച്ഛൻ്റെ സ്നേഹിതനായിരുന്ന പിന്നെ പന്തളം തോന്നലൂർ സ്കൂളിലെ മ്യൂസിക് അധ്യാപകനുണ്ട് വെൺമണി സുകുമാരൻ സാറിൻ്റെ അടുത്തോട്ട് എന്നെ കൊണ്ടാക്കിയതും. പിന്നെ എന്താ പറഞ്ഞു, ഒരു പ്രതിഫലം പോലും വാങ്ങിക്കാതെ, ഒന്നും എൻ്റെ ഫീസേ വാങ്ങിച്ചിട്ടില്ല, അച്ഛനുമായിട്ടുള്ള സൗഹൃദത്തിൽ. പിന്നെ
എന്താ പറഞ്ഞു, അങ്ങനെ സാറാണ് എന്നെ കുടുംബത്തിൽ നിന്ന് ചേട്ടൻ മാത്രമേ പാട്ടിലേക്ക് വന്നിട്ടുള്ളൂ? അത്രേ ഉള്ളൂ. പാട്ടിലേക്ക് വന്നതെന്ന് വെച്ചാൽ യാദൃശ്യമായിട്ട് വന്നതാണ്. 10ാം ക്ലാസ് ഞാൻ ഒരു വർഷം തോറ്റുപോയി. ഒരു ഹെഡ് മാസ്റ്ററുടെ മകൻ 10ാം ക്ലാസ് തോക്കുന്നു. എന്നാൽ എൻ്റെ അതേ പ്രായത്തിലാണ് അച്ഛൻ്റെ ചേട്ടൻ്റെ മോളാണ് ഗിരിജ. ഞങ്ങൾ ഒരേ പ്രായത്തിലാണ്. എനിക്കൊരു വയസ്സുള്ളപ്പോഴത്തേക്ക് അവൾക്ക് ഏകദേശം 3-4 മാസം മുമ്പാണ്. അതാണ്. പക്ഷെ അവൾ ജയിച്ചു, ഞാൻ തോറ്റുപോയി. അങ്ങനെ പിന്നെ അവരെ നാണക്കേടായി. പിന്നെ പിൽക്കാലത്ത് അടുത്ത വർഷം 10ാം ക്ലാസ് പാസ്സായി. അതിനുശേഷം വേറെ ഒരു കോളേജിലും അപ്ലൈ ചെയ്തില്ല. അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു പിന്നെ മകനെ ഒരു പാട്ടുകാരനാക്കുക എന്ന് പറഞ്ഞ സംഗീത കോളേജിൽ. പിന്നെ അങ്ങനെ പന്തളത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയാണ്. അല്ല തിരുവനന്തപുരത്തേക്ക് വന്നില്ല. വരുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം അതങ്ങോട്ട് പിന്നെ മ്യൂസിക് കോളേജിൽ അഡ്മിഷൻ കൊടുത്തു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അതിനുശേഷം അഡ്മിഷൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഒരു വർഷം 120 കുട്ടികൾ മാത്രമേ എടുക്കുകയുള്ളൂ. 60 ആൺകുട്ടികളും 60 പെൺകുട്ടികളുമാണ്. അപ്പം എല്ലാ ദിവസവും ഞാനിങ്ങനെ പോസ്റ്റ്മാനെ നോക്കിയിരിക്കുമായിരുന്നു. കാരണം വേറെ കോളേജുകളൊന്നും കൊടുത്തില്ല, അപ്ലൈ ചെയ്തില്ല. മ്യൂസിക് കോളേജ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. 3 മാസമായിട്ടും കിട്ടിയില്ല. പിന്നെ ഞങ്ങളുടെ ചേട്ടനാണല്ലോ പന്തളം സുധാകരൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അന്ന് വണ്ടൂർ MLA ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലിൽ കൂടി, സ്പെഷ്യൽ ഓർഡറിൽ കൂടിയാണ് ഞാൻ 121ാമത്തെ കുട്ടിയായിട്ടാണ് മ്യൂസിക് കോളേജിൽ വന്നത്. ഒരു കുട്ടിയെ അധികം എടുത്തു. അന്ന് സ്പെഷ്യൽ ഓർഡറിൽ കൂടി. അങ്ങനെ 121ാമത്തെ കുട്ടി ലീലാ മാധവൻ എന്ന് പറഞ്ഞ പ്രിൻസിപ്പലായിരുന്നു. ആ 121ാമത്തെ കുട്ടിയാണ് ആ ബാച്ചിൽ ഏറ്റവും അറിയപ്പെട്ടതും സംഗീത കോളേജിൻ്റെ ഹിസ്റ്ററിയിൽ 1 മുതൽ 10 വരെ ഫേമസ് ആയ യേശുദാസ്, MG രാധാകൃഷ്ണൻ, നെയ്യാറ്റിങ്കര വാസുദേവൻ സാറ് മുതൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് 10ാമത്തെ ആളായിട്ട് എനിക്ക് എത്താൻ സാധിച്ചു. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു 10ാം ക്ലാസ്സിൽ തോറ്റ എന്നെ പിൽക്കാലത്ത് ഒരു പന്തളം ബാലനായി മാറിയത്. 10ാം ക്ലാസ്സിൽ പാഠപുസ്തകങ്ങൾ പഠിച്ച് തോറ്റുപോയെങ്കിലും ജീവിതത്തിൽ വിജയിച്ചല്ലോ. വിജയിച്ചെന്ന് തന്നെ പറയാം. കാരണം ഇപ്പം 40 വർഷമായിട്ട് 10,000-ഓളം ഗാനമേള വേദികളും സ്റ്റേജുകളും കയറി ലോകമെമ്പാടും സഞ്ചരിച്ച ഒരാൾ എന്നുള്ള നിലയിൽ ജീവിത എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വേറെ ആരും സഹായിക്കാനില്ല. ദേവരാജൻ മാസ്റ്റർ 1989 സഖാവ് എന്ന സിനിമയിൽ കൂടി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പന്തളം ബാൽ എന്നുള്ള പേര് നൽകി. ഇപ്പൊ ഈ കാലം അത്രയും 40 വർഷമായിട്ട് ഞാൻ ഇപ്പോഴും പാടുന്നു. കാരണം ഇന്ന് നവനീത് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നൊരു പാട്ടുകാരനുണ്ട്. അമേരിക്കയിൽ നിന്ന് രാവിലെ എന്നെ വിളിച്ചത്. യുവഗായകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ്. കാരണം ആ മോൻ്റെ പറയുമ്പോഴത്തേക്ക് ഇന്ന് റാപ്പ് സംഗീതവും മറ്റേ പിന്നെ നമ്മുടെ മലയാളത്തിലെ കുട്ടികൾ പോലും വെസ്റ്റേൺ സംഗീതം മാത്രമേ പാടുന്നുള്ളൂ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ 20 വയസ്സുള്ള മകൻ, അതും അമേരിക്കയിൽ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്നവൻ, ദേവരാജൻ മാസ്റ്ററെ പോലുള്ള ലെജൻഡറി മ്യൂസിക് ഡയറക്ടറുടെ പാട്ടുകൾ എടുത്ത് എന്ത് പറഞ്ഞു അത് പഠിച്ച് റിസർച്ച് ചെയ്ത് ഞാൻ ഇന്ന് മോനോട് പറഞ്ഞു. ഒരു പക്ഷേങ്കിൽ മാസ്റ്റർ ഉണ്ടായിരുന്നു, മാസ്റ്റർ കണ്ടിട്ടില്ല. മാസ്റ്റർ മരിച്ചിട്ട് തന്നെ 10-18-19 വർഷമാകുമ്പോഴല്ലോ. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മോനെ എന്തായാലും മാസ്റ്ററുടെ അനുഗ്രഹം ഉണ്ടായിരിക്കും. കാരണം അത്ര ഒരു വലിയ ലെജൻഡറി മ്യൂസിക് ഡയറക്ടർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട്, എല്ലാ ഭാഗത്തും ഉണ്ട്. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവരാജൻ മാസ്റ്ററുടെ ഒരു അത്രയും വലിയ മഹാഗുരു നമ്മളെപ്പോലൊരു പാട്ടുകാരൻ, സാധാരണക്കാരനായിരുന്നു. എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ ദേവരാജൻ മാസ്റ്റർ വീട്ടിൽ കിടന്നുറങ്ങുന്ന ആ മാസ്റ്ററാണ് എൻ്റെ കല്യാണത്തിന് വന്നിരുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും പിന്നെ എന്തു പറഞ്ഞു ഒരു താങ്ങും തണലുമായി അതിന് ശേഷം നിന്നൊരാളാണ്. 4 പതിറ്റാണ്ട് കഴിഞ്ഞ് നിൽക്കുന്നു ചേട്ടൻ്റെ ഈ ഗാന രംഗത്തുള്ള. എന്നാലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും ഏറ്റവും പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുന്ന ഒരു വേദി ഏതായിരിക്കും? അനുഭവങ്ങൾ കൊണ്ട് പിന്നെ ഇവിടെ പിന്നെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മാധുരിയമ്മയുടെ ഗാനമേളയ്ക്കായിരുന്നു. അപ്പോൾ അന്ന് മാധുരിയമ്മയുടെ കൂടെ ചേട്ടൻ ഒത്തിരി വേദികൾ ഞാനും MJ ചന്ദ്രൻ ഞങ്ങൾ രണ്ടുപേരാണ് പാടി. അപ്പോൾ ഇവിടെ അന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ പല തിരുവനന്തപുരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഓണാഘോഷമുണ്ട്. അന്ന് ഓണാഘോഷം ഒറ്റ സ്പേസിലേ ഉള്ളൂ, അപ്പോൾ അത്രയ്ക്ക് ജനമാണ്. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ വലിയ ജനത്തെ കണ്ടത്. അന്ന് മാധുരിയമ്മ കഴിഞ്ഞാൽ ആദ്യത്തെ പാട്ട്, രണ്ടാമത്തെ പാട്ട് പാടേണ്ട ഞാനാണ്. ഒന്ന് ആലോചിക്കട്ടെ, കൊച്ചു ഇത്രയുള്ള കറുത്ത ഒരു വെളിഞ്ഞ ഒരു കൊച്ചു പയ്യനെ മാസ്റ്റർ അത്രയും വിശ്വാസതയോടെ എടുത്തു. ഏതാ
കഴിവിനെയാണ് വിശ്വസിച്ചത്. കഴിവിനെയും അപ്പോൾ അതൊരു വലിയ കണ്ടന്റാണ്. തീർച്ചയായും ആ കണ്ടന്റാണ് ഞാൻ പറയുന്നത്. ഓരോ മനുഷ്യനും എങ്ങനെ പിന്നെ ഈ ഫീൽഡിലേക്ക് വരും. ഇപ്പോൾ ഒരു ഫീൽഡിൽ 40 വർഷം പിടിച്ചു നിൽക്കാൻ പറഞ്ഞ നിസ്സാര കാര്യമല്ല. അപ്പം ഞാൻ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നത് സരി ഗമ പദ നി സ സനി ദ മഗരി സ സരി സനി സഗരി രി സനി സരി സഗരി സ മഗരി പ മഗരി സരി ഗമ പദ നി ദ സനി ദ സനി സ ധനി പദ മ പ ഗ മ രി ഗ സ സരി ഗ സ സരി രി ഗ ഗ മ പ പ പദ ധനി നി സ സരി രി ഗ ഗ മ രി രി സ സ ഗഗരി രി സ സനി നി സ സരി രി ഗഗരി രി സനി സരി സഗരി സ മഗരി സ പ മ രെ ര ര ര ഇങ്ങനെ പാടിയെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അതെ ചേട്ടാ, പിന്നെയും പഴയ കാലത്തിലേക്ക് ദേവരാജൻ മാഷിനെ കാണാനുണ്ടായ സാഹചര്യം, ആദ്യമായി അദ്ദേഹത്തെ കണ്ടപ്പോഴുള്ള ആ ഒരു മനസ്സിന്റെ ആ ഒരു തുടിപ്പ് എങ്ങനെയായിരുന്നു? പലർക്കും ഭയമാണ്. ദേവരാജൻ മാഷിന്റെ അടുത്തോട്ട് ചെല്ലാൻ പറ്റില്ല. അതെ, അതെങ്ങനെ ചേട്ടൻ? 13ാം പാർട്ടി കോൺഗ്രസ് ഇവിടെ നടന്നപ്പോഴത്തേക്ക് ഒരു പിന്നെ 87 ഈ പിന്നെ ഇത് എല്ലാ കോളേജുകളിൽ നിന്നും പിന്നെ ഈ കോറൽ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പം അങ്ങനെ ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനും അവിടെ ചെന്ന് ഇങ്ങനെ മാറി നിൽക്കുമ്പോഴത്തേക്ക് അതൊക്കെ എന്ന് വെച്ചാൽ ഹാർമോണിയം ഓരോ നോട്ട് പിടിച്ച് ആ നോട്ട് പിടിക്കുക, ആ നോട്ട് വളരെ കൃത്യമായിട്ട് എനിക്ക് പാടാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഞാൻ സെലക്റ്റായി, ഇന്നായി. ഇപ്പോഴത്തെ ഭാഷയിൽ ഇന്നായി, ഔട്ടായി. ഞാൻ ഇന്നായി. പിന്നെ അങ്ങനെ ഗ്രൂപ്പുകൾ എല്ലാവരെയും കൊണ്ട് പാടിച്ച് വന്നപ്പോഴത്തേക്ക്. ചേട്ടാ ഇടയിലൊന്നും ചോദിച്ചോട്ടെ, അന്ന് ആ സ്റ്റുഡൻസിൻ്റെ ഒരു ഗ്രൂപ്പിനെ കണ്ടു, അതിൽ നിന്ന് സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ സംഗീത മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റേതെങ്കിലും വ്യക്തിത്വങ്ങൾ അന്നുണ്ടായിരുന്നോ ചേട്ടൻ്റെ കൂടെ? അന്നുള്ളവരിൽ ഇപ്പം നിൽക്കുന്നതിൽ ഒന്നാണ് എം ജയചന്ദ്രൻ, രണ്ടാമത് ജി ശ്രീറാം, അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ മണക്കാട് ഗോപൻ എന്നൊരു പാട്ടുകാരനുണ്ടായിരുന്നു. പിന്നെ ഒരാൾ നമ്മുടെ രവി എന്ന് പറയുന്നത്, കോടനാട് രവി. ഇപ്പം അദ്ദേഹം പാട്ടായിരുന്നു. ദേവരാജൻ മാഷ് ഞങ്ങളൊക്കെ ഒരേ നല്ല പൊക്കൻ രവി എന്ന് പറയും. മ്യൂസിക് കോളേജിൽ മാഗസിൻ എഡിറ്ററൊക്കെ ആയിരുന്നു. മാഷക്ക് വലിയ ഇഷ്ടമുള്ള ചേട്ടനായിരുന്നു രവിചേട്ടൻ. ഞങ്ങൾ ഉച്ചയ്ക്കൊക്കെ ഒരുമിച്ചിരുന്ന മാഷ്, ഞങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിച്ചോണ്ട്. ഇന്നായിരുന്ന ആളാണ്. അപ്പം രവിചേട്ടൻ ഇപ്പം സീരിയലിൽ വില്ലാണ്ടൊക്കെ അഭിനയിക്കുന്നതാണ്. ഒരുപാട് കാലങ്ങളായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വൈഫ് ഒരു പാർവതി റിയാലിറ്റി ഷോയിലൊക്കെ വന്ന് വിന്നറായ കുട്ടിയാണ്. സംഗീതമാണ്. പിന്നെ ഇപ്പൊ എത്രയോ കാലങ്ങളായി ചേട്ടനെ കണ്ടിട്ട്. ഹായ് ചേട്ടാ, വളരെ സന്തോഷം. പിന്നെ ശ്രീറാം ചേട്ടനൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട്. പിന്നെ ഒരു രമയുണ്ട്, KC രമ, മ്യൂസിക് ടീച്ചറായിരുന്നു. പട്ടം ഗേൾസിലെ ദേവരാജൻ മാഷക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പിന്നെ മോളായിരുന്നു രമ. ഇന്ന് അമ്മയാണ്. ചേട്ടാ അപ്പം അങ്ങനെ അതിൽ ഇന്നായി. അതിന് ശേഷമുള്ള യാത്ര എങ്ങനെയായിരുന്നു? ഞങ്ങൾ ആദ്യത്തെ പ്രോഗ്രാമിന് പോകുന്നത് ഈ ഗ്രൂപ്പെല്ലാം കൂടെ ഞങ്ങൾ ഇവിടെ, അന്ന് ജയചന്ദ്രൻ ഇല്ലായിരുന്നു തോന്നുന്നു, പിന്നെ ശ്രീറാം ചേട്ടനുണ്ട്, ബാക്കിയുള്ളവരെല്ലാം ഉണ്ട്. ഞങ്ങൾ കോഴിക്കോടാണ് CPIയുടെ സംസ്ഥാന സമ്മേളനത്തിന്. ഞങ്ങളിങ്ങനെ പോകുന്നു. അവിടെ രാവിലെ ട്രെയിൻ ഇറങ്ങുന്നു, റൂമിലേക്ക് എല്ലാവരും പോയതിന് ശേഷം പിന്നെ സ്റ്റേജ് കാണാൻ പോകണം. അവിടെ വെച്ചൊരു റിഹേഴ്സലുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു. അപ്പോഴത്തേക്കാണ് അവിടെ അനൗൺസ് ചെയ്യുന്നത് കേട്ടു, ഇന്ന് വൈകുന്നേരത്തെ 7 മണിക്ക് വിപ്ലവഗാനമേള ശ്രീമതി മാധുരിയും പന്തളം ബാലനും നയിക്കുന്ന ആദ്യമായിട്ട് മാഷ്. രോമാഞ്ച കഞ്ചികം അങ്ങനല്ല നമ്മളെ ജീവിതത്തിൽ നമ്മളൊന്നും കാരണം വെച്ചാൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ ആൾക്കാരില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വലിയ മനസ്സാണ് അദ്ദേഹത്തിൻ്റെ. അതെ അതെ, ചേട്ടൻ ഇത്രയും സംഗീത സംവിധായകരുടെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ സംഗീത സംവിധായകനും അവരവരുടേതായ രീതികൾ കാണുമല്ലോ. ദേവരാജൻ മാഷിൻ്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു എന്ന് ചേട്ടൻ ഓർക്കാൻ പറ്റുന്നുണ്ടോ? ദേവരാജൻ മാഷ് കമ്പോസ് ചെയ്യുന്ന ഒരു പാട്ടിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ പറ്റും. ഇപ്പൊ റോഡിൽ കൂടെ ഇറങ്ങി ആ ലൈനിൽ കൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. നമ്മളിപ്പം ഈ വൈബ്രേഷൻ എന്താണ്, മോഡുലേഷൻ എന്താണ് എന്ന് വൃത്തമാണ്. കാരണം എനിക്ക് ഭയങ്കര വിറയിലായിരുന്നു. അപ്പം ആ സമയത്ത് ഒന്നാമത് പേടിച്ച് ആ പാട്ട് പാടുമ്പോഴും ഉണ്ടായിരുന്നു ശരിക്കും. അപ്പം അതിൽ നിന്ന് മോഡുലേഷൻ എന്താണെന്ന് ഇപ്പം ഗോപികേ ഹൃദയമൊരു വെൺശംഖു പോലെ, അതാണ് മോഡുലേഷൻ. അത് വോളിയം കുറച്ച് വേണം. അപ്പം ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട് ചേട്ടൻ മിമിക്രി വേദികളിലും
ഒരു കാലത്ത് നല്ല സജീവമായിരുന്നല്ലോ. മിമിക്രി വേദി സജീവമല്ല, അല്ല മിമിക്രി വേദികളിലല്ല, മിമിക്രിയുടെ ആ ഒരു മേഖലയിലും ചേട്ടൻ കൈവച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാം. അല്ല പല അതങ്ങനെ രീതി. എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ കാലഘട്ടത്തിൽ പഠിച്ചിരുന്നവരൊക്കെ ആയിട്ടൊക്കെ ഏറ്റവും കൂടുതൽ എനിക്ക് ഈ തമാശ കേട്ടാൽ ചിരിക്കാത്തവരെ എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മളെല്ലാം ഹ്യൂമർ സെൻസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അത് മാത്രമല്ല ഇന്നിവിടെ ഈ സ്റ്റുഡിയോയിലേക്ക് വരുന്ന സമയം അതിന് മുമ്പ് സംസാരിച്ചപ്പോഴൊക്കെയും തന്നെ ഓരോരോ തമാശകൾ പറഞ്ഞ് നമ്മളെ ചിരിപ്പിക്കുകയായിരുന്നല്ലോ. നമ്മുടെ സറൗണ്ടിൽ തന്നെ ഒരുപാട് ചിരിക്കാനുള്ള കാര്യമാണ്. ഞാൻ ഒരു എക്സാമ്പിൾ അല്ലേ പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ പിന്നെ 96 ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള എൻ്റെ സുഹൃത്തുക്കൾ കുറേ പേരുണ്ട്. അവരൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിയും. ഒരാൾ മണിക്കുട്ടൻ എന്ന് പറയും, ചവറ മണിക്കുട്ടൻ എന്ന് പറയുന്ന ഒരാൾ. ഇപ്പം ഇന്ന് ഭയങ്കര അമൃത ടി വിയിലൊക്കെ ഭയങ്കര അവർ എൻ്റെ എർത്തായിട്ട് ഇങ്ങനെ നടന്നിരുന്നതാണ് റൂമിൽ. പിന്നെ എൻ്റെ ഷർട്ട് എടുക്കുക, പാൻറ് എടുക്കുക, ഇങ്ങനെ ബാൽജി എന്ന് പറഞ്ഞ നടന്നത്. അപ്പോൾ അങ്ങനെ കല്യാണം പെട്ടെന്ന് കഴിച്ച് അങ്ങനെ നോക്കുമ്പോൾ വെള്ളം തട്ടുകട ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടം തോന്നി. പിന്നെ മാവേലിക്കര ഷാജി, ഇവരെ പിന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നാണ് ഉല്ലാസ് പന്തളം, നെൽസൺ, രാജാ സാഹിബ്, ഇവരൊക്കെ എല്ലാവരും കൂടെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഞാനൊരു ട്രൂപ്പ് തുടങ്ങി 96 ഹാസ്യ തിരുവനന്തപുരം എന്ന് പറഞ്ഞ്. തിരുവനന്തപുരം ഹാസ്യ. അല്ലാതെ ഞാൻ മിമിക്രി അല്ല, ഞാൻ ഉണ്ടാക്കിയ ഈ പൈസ എനിക്ക് സ്വന്തമായിട്ട് വീട് പോലും ഇല്ലാത്ത കാലത്ത് അന്ന് ഞാനൊരു ട്രൂപ്പ് ഉണ്ടാക്കി 95 കല്യാണം കഴിച്ച് 96. അപ്പം എനിക്ക് ഇഷ്ടമുള്ള ജീവിതമാണ് അന്നത്തെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വീട്ടുകാരൊന്നും പറഞ്ഞാൽ കേൾക്കുകയല്ല, അങ്ങനെ ഒരു ജീവിതമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് അതൊരു നന്മയല്ലേ. ഇന്ന് അവരെല്ലാവരും വലിയ നിലയിലെത്തി. അവരെന്നെ ഓർക്കുന്നുണ്ടോ അതെൻ്റെ കാര്യമൊന്നുമല്ല. ഞാനിങ്ങനെ അപ്പം അത് എനിക്ക് ഇതിൽ താല്പര്യമുള്ളതുണ്ട്. ഈ ടിനി ടോം ഉണ്ടല്ലോ, ടിനി ടോമിന് പിന്നെ മനോജ് ഗിന്നസിനെയൊക്കെ ആദ്യം ഗൾഫിൽ കൊണ്ടുപോയത് ഞാനാണ്. മാധുരി അമ്മയുടെ ഷോ ആയിരുന്നു അത്. ചേട്ടന്റെ വിദേശ പ്രോഗ്രാം ആദ്യത്തെ 93 ഏതായിരുന്നു? 93 പിന്നെ ഒരു ഞാൻ കോട്ടയം ആലീസ്, ഇടവ ബഷീർക്ക, പിന്നെ ഊർമിള ഉണ്ണി, സർഗം ഇറങ്ങിയ സമയത്ത് പിന്നെ ഞങ്ങൾ ഇത്രയും പേരോട് ചേർന്ന് ഹമീദ് കെട്ടിങ്ങൽ എന്ന് പറയുന്ന സ്പോൺസറായിരുന്നു. അന്ന് എല്ലാ സ്ഥലത്തുണ്ട്. ഖത്തർ, UAE, ബഹ്റിൻ, എല്ലാ സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ അന്ന് ഈ പിന്നെ ഈ യൂസഫ് അലി എന്ന് പറയുന്ന ഇന്നത്തെ വലിയ എന്താ പറയുക ബിസിനസ് മാന്, അന്ന് അബുദാബിയിലോ അവിടെ 1-2 ഷോപ്പ് മാത്രം ഉണ്ടായിരുന്നു. ഇന്നോ ഇത്ര കാലങ്ങളുടെ മാറ്റമാണ്. അപ്പം അത് പിന്നെ ഇതിലെ ഒരു പങ്കാളിയും കൂടെ ആയിരുന്നു, സ്പോൺസർ കൂടിയായിരുന്നു. അപ്പം ആ കാലഘട്ടത്തിലാണ് ഈസ്റ്റ് കോസ്റ്റ് വിജയനൊക്കെ കത്തി നിന്ന മോഹൻലാൽ ഷോയും ഒക്കെ അവിടെ കൊണ്ടുവരുന്ന ആ കാലഘട്ടത്തിൽ. അങ്ങനെയാണ് ആദ്യത്തെ ആ ഒരു പര്യടനം, വിദേശ പര്യടനത്തിലുള്ള ആസ്വാദകരെ ചേട്ടൻ എങ്ങനെ? ഏറ്റവും കൂടുതൽ ആസ്വാദകരുള്ളത് വിദേശത്തല്ല, ഗൾഫിലാണ്. അവര് പിന്നെ ഈ കലാകാരന്മാരെ സ്നേഹിക്കുക, മണ്ണിൻ്റെ പണമുള്ളവർ അവരുടെ നാട്ടിൽ ചെല്ലുമ്പോൾ അവരെ നമ്മളെ സ്നേഹിക്കുക, നമ്മളെ കാണാൻ വരിക, നമുക്ക് ഗിഫ്റ്റുകൾ തരിക. ഇന്ന് ഈ പറഞ്ഞ ഇന്നിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായ് പോകുന്ന വെച്ചാൽ ഒരു സംഭവമായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ പോകുന്നു വൈകിട്ട് തിരിച്ചു വരുന്നു, അങ്ങനെയായി കാലം മാറി. അപ്പം അത് എന്നെ സംബന്ധിച്ചത് പിന്നെ പറഞ്ഞ പോലെ ഇപ്പം കഴിഞ്ഞ മാസവും 96 പിന്നെ ആ പരിപാടിക്ക് 96 പോയത്. ഒരു മാസം ഞങ്ങളുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു മാധുരി അമ്മയുടെ പല പരിപാടികൾ. അപ്പം അന്ന് ഈ മനോജ് ഗിന്നസും ടിനി ടോമും പിന്നെ വേറൊരാളും ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇവരൊന്നും മറന്നുപോയി. അങ്ങനൊരു പരിപാടിയായിരുന്നു. മനോജ് കൃഷ്ണൻ ഉണ്ടായിരുന്നു. മനോജ് കൃഷ്ണൻ മരിച്ചുപോയി, സിംഗറായിരുന്നു. സ്വർണ്ണപ്പക്ഷി കുക്കു കുക്കു എന്നൊരു പാട്ട് പാടി പാലക്കാട്ടുകാരൻ. പെട്ടെന്ന് നല്ല പാവം മനുഷ്യനായിരുന്നു, മരണപ്പെട്ടു. ചേട്ടൻ ഇതിൻ്റെ ഇടയിൽ തന്നെ പറഞ്ഞിരുന്നു വിവാഹം കഴിഞ്ഞതിന് ശേഷം ജീവിത സഖിയെക്കുറിച്ച് കോളേജിൽ നിന്ന് തന്നെയാണല്ലോ കണ്ടത്. ലക്ഷ്മി. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് 30 വർഷമായി. 4 വർഷം പ്രേമിച്ചു. 34 വർഷമായിട്ട് അവൾ എൻ്റെ കൂടെ ഉണ്ട്.